കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിന് നേരെ പോലീസിന്റെ തേർവാഴ്ച. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കെയാണ് പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചത്. പോലീസ് ഭീകരതയാണ് സൃഷ്ടിച്ചതെന്ന് നേതാക്കൾ ആരോപിച്ചു. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ നയിച്ച DGP ഓഫീസ് മാർച്ച്. കെ സുധാകരന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ നേതാക്കൾ വേദിയിലിരിക്കുമ്പോൾ തന്നെ പോലീസിന്റെ ജലപീരങ്കിയും കണ്ണീർ വാതകവും ഗ്രനേഡ് പ്രയോഗവും. മുതിർന്ന നേതാക്കൾ വേദിയിലിരിക്കുമ്പോൾ പോലീസ് നടത്തിയത് ആസൂത്രിത നീക്കമെന്ന് നേതാക്കൾ ആരോപിച്ചു. ഒരിക്കലും ഇതുപോലെയുള്ള വലിപ്പമുള്ള ടിയർ ഗ്യാസ് പ്രയോഗിക്കാറില്ല. ഇത് വളരെ ആസൂത്രിതമാണ്. മാത്രമല്ല, നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായത്? പോലീസ് ചെയ്തത് ഒരു ഗുണ്ടാ പ്രവൃത്തിയാണ്. ഇതിന് നേതൃത്വം കൊടുത്തത്, നിർദ്ദേശം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. കാരണം നവകേരള സദസ് പൊളിഞ്ഞു പാളീസായതിന്റെ ദേഷ്യം ഇന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചതാണ് ഇന്ന് പോലീസ് കാണിച്ച ഈ നടപടി. എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു ടിയർ ഗ്യാസ് ഷെൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളുടെ വേദിയുടെ തൊട്ട് പുറകെ. മുൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാർ ഇരിക്കുമ്പോഴാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ജലപീരങ്കി പ്രയോഗം നടത്തി. അതുകൂടാതെ 8-10ഓളം ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഏറ്റവും ക്രൂവലായിട്ടുള്ള ഒരു പോലീസ് ബ്രൂട്ടാലിറ്റിയാണ് ഇന്നിവിടെ സംഭവിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ഇന്ന് ഉച്ചകഴിഞ്ഞ കരിദിനമാചരിക്കാനും മണ്ഡലം കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താനുമാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.